ചെരുപ്പുമായിട്ട് ആ അമ്മയെ സ്വീകരിക്കുന്നതിന്റെ ആ ഒരു അതെ, നാല് ഗുരുക്കന്മാരാണ് നമുക്ക്. അതായത് നമ്മുടെ അച്ഛൻ, അമ്മ, ഭർത്താവിന്റെ അമ്മ, ഗുരുവിന്റെ ഭാര്യ, രാജ്യഭഗ്നി. അവർ 4 പേരാണ് ഗുരുവായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത്. അവരുടെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എത്രയോ ജന്മങ്ങളായിട്ട് ചെയ്ത പുണ്യത്തിന് കർമ്മമാണ്. തമ്പുരാട്ടിയെ കണ്ട നമ്മുടെ തമ്പുരാട്ടി വന്നുകൊണ്ടിരിക്കുവാണ്. തമ്പുരാട്ടിയെ കാണാനായിട്ട് വൻ ജനാവലിയാണ് നമ്മുടെ പുറ്റിങ്ങൽ ഭഗവതി ക്ഷേത്രത്തിൽ വന്നു ചേർന്നത്. അങ്ങനെ നമ്മുടെ പുനഃപ്രതിഷ്ഠ നടന്ന ആ ബാലകറിന്റെ അടുത്തെത്തിയിട്ട് അവിടുത്തെ പ്രതിഷ്ഠയെ പറ്റിയൊക്കെ ചോദിക്കുകയാണ് തമ്പുരാട്ടി. അതിനുശേഷം ദേവിയുടെ മുന്നിൽ പോയി വണങ്ങി അവിടെ ഇനി ദീപം തെളിയിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതാണ് നമ്മൾ ഇനി അടുത്തത് കാണാൻ പോകുന്നത്. പുറകിലോട്ടൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല തിരക്കാണ്. പിന്നെ ദീപം തെളിയിക്കുകയാണ്. ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി അങ്ങനെ ദീപം തെളിയിച്ചു. തമ്പുരാട്ടി അവിടെ ഇറക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് തിരക്കാണ്. തമ്പുരാട്ടി എല്ലാം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോഴത്തേക്ക് നല്ലൊരു തിരക്കായി, എല്ലാവരും വന്നു തമ്പുരാട്ടിയുടെ അടുത്ത്. അപ്പോൾ ഇറങ്ങാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുവാണ്. പക്ഷേ ഇത്രയും തിരക്കുണ്ടെങ്കിലും എല്ലാവരെയും കണ്ട് അഭിവാദ്യം ചെയ്തിട്ട് തന്നെയാണ് തമ്പുരാട്ടി അങ്ങോട്ട് പോണത്. ഇനിയിപ്പം കമ്മിറ്റി ഓഫീസിൻ്റെ അങ്ങോട്ട് പോകാൻ നിൽക്കുവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ട്. കമ്മിറ്റിക്കാരും അവിടെ താലപ്പൊലി എടുത്തവരും ഒക്കെ ഫോട്ടോ എടുക്കാൻ വന്ന് നിൽപ്പുണ്ട്. ഇതൊക്കെ താലപ്പൊലി എടുത്ത കുട്ടികളാണ്. എല്ലാവരും തമ്പുരാട്ടിയുടെ അടുത്ത് നിൽപ്പുണ്ട്. ഇനി ഫോട്ടോ സെക്ഷനാണ്. ഇപ്പം തമ്പുരാട്ടിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ളത്. അപ്പം തമ്പുരാട്ടി ഈ ഒരു കസേരയിൽ ഇരുത്തി ബാക്കിയുള്ളവർ ചുറ്റും നിന്നിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കാനുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ ആകുമ്പോൾ ഒരു തണലും ഉണ്ട്. ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡ് ഭാഗമാകുമ്പോൾ തണലത്ത് നിന്ന് അപ്പം വെയിലും കൊള്ളുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ നിന്ന് എല്ലാവർക്കും സുഖമായിട്ട് ഫോട്ടോ എടുത്തിട്ട് പിരിയും. നമ്മുടെ ബാലകരുടെ അവിടെ പുനഃപ്രതിഷ്ഠ ഉണ്ടായിരുന്നു. പിന്നെ മാത്രവുമല്ല, നാഗരാജാവിൻ്റെ അവിടെ നാഗത്തറയിൽ അവിടെയും പുനഃപ്രതിഷ്ഠയായിരുന്നു. അപ്പോൾ അതിൻ്റെ ചടങ്ങിന് ശേഷമുള്ള കാഴ്ചകളൊക്കെയാണ്. അവിടെ തമ്പുരാട്ടിയുടെ ഒരു ഫോട്ടോ സെക്ഷൻ നടക്കുകയാണ്. അപ്പം നമ്മുടെ കമ്മിറ്റിക്കാരും താലപ്പൊലി എടുത്ത കുട്ടികളടക്കം അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ പോയായിരുന്നു. നല്ലൊരു തിരക്കും, ഇടയിൽ കയറാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ലൊരു തിരക്കായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ചാടി നമ്മളിപ്പോൾ പുറത്തിറങ്ങി ഇപ്പോൾ ഇവിടെ നിൽക്കുവാണ്. ഇപ്പോൾ ഏറെക്കുറെ നമ്മുടെ ഇന്നത്തെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവാറായി. അപ്പോൾ ഇനിയും കുറേ വ്യത്യസ്തമായ കാഴ്ചകളും വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എൻ്റെ സൈഡിൽ ഒരാൾ നിൽപ്പുണ്ട്. ഇത് നമ്മുടെ വിഷ്ണുവാണ്. വിഷ്ണു ഫോണിക്സ് മീഡിയ കണ്ടന്റ് ക്രിയേറ്ററാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സ്പീരിയൻസ് ഒക്കെ? നല്ല അടിപൊളിയല്ലായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. നമ്മുടെ പുതിയ നാഗത്തറയുടെ അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. നല്ല രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ നാഗത്തറ. അവിടുത്തെ പ്രതിഷ്ഠയും ഇന്നായിരുന്നു. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും എല്ലാം ചടങ്ങും എല്ലാം കഴിഞ്ഞു. തമ്പുരാട്ടിയും വന്നു. എന്തായാലും ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇവിടെ അന്നദാനമാണ്. അന്നദാനത്തിന് വേണ്ടിയിട്ട് അവിടെ തിരക്കായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അന്നദാനവും കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഇവിടെ നിന്ന് അടുത്തൊരു കിടക്കാച്ചി കാഴ്ചകളുമായിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇറ്റ്സ് മീ സുകേഷ് സുമാരൻ സൈനിങ് ഔട്ട്.